റെയിൽവേ പുതിയ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ തങ്ങൾ വർഷങ്ങളായി ആശ്രയിക്കുന്ന വഴി ഇല്ലാതാകുമോ എന്ന ആശങ്കയിൽ കോഴിക്കോട് കനകാലയ ബാങ്ക് റെയിൽവേ ക്രോസ് റോഡിന് സമീപം താമസിക്കുന്ന നാട്ടുകാർ. വഴിയടഞ്ഞാൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന നൂറുകണക്കിന് പ്രദേശവാസികളെയാണ് പ്രതികൂലമായി ബാധിക്കുക. സംഭവത്തിൽ റെയിൽവേ വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട്ടെ വെസ്റ്റ് ഹിൽ ശ്മശാനത്തിന് സമീപത്ത് നിന്ന് കോഴിക്കോട് കണ്ണൂർ റോഡിലെ കനകാലയ ബാങ്ക് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിയാണിത്. നിരവധി സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന പാതയാണ് ഇപ്പോൾ റെയിൽവേയുടെ നിർമ്മാണ പ്രവൃത്തി മൂലം വഴിമുട്ടാൻ പോകുന്നത്. റെയിൽവേയുടെ പണി പൂർത്തിയായാൽ സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് ഇരുചക്ര വാഹനം ഓടിക്കാൻ പോലുമുള്ള സ്ഥലം ഉണ്ടാകില്ല. റെയിൽവേ അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം കോഴിക്കോട് മേയർ ഒ സദാശിവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. വളരെ ദയനീയമായ സ്ഥിതിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത വിധത്തിൽ റെയിൽ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അപകടമായിരിക്കുന്നൊരു പ്രദേശമല്ലേ. കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെ അങ്ങോട്ടും പോകുന്നതല്ലേ. ഒരു ഗൗരവമായൊരു പ്രശ്നമാണ്. റെയിൽവേ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തണം. ജനപ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. എനിക്ക് തോന്നുന്നു വൈകാതെ തന്നെ അതിൽ ഗൗരവമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഒരു യാത്രാ സൗകര്യങ്ങൾ ആകെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. റെയിൽവേ ക്രോസിന് സമീപം താമസിക്കുന്ന നൂറുകണക്കിന് നിവാസികൾ ആശങ്കയിലാണ്. കുട്ടികൾക്ക്, സുഖമില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ റെയിൽവേൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, റെയിൽവേ എഞ്ചിനീയർ വന്നിട്ടുണ്ടെങ്കിലും എഞ്ചിനീയറുടെ മറുപടി ഞങ്ങൾക്കുള്ള നിർദ്ദേശം ഒരു സ്കൂട്ടർ അതിൻ്റെ ഒട്ടിച്ച് പോകും. ഇതാണെങ്കിൽ മാത്രമല്ല, ഇതിപ്പോൾ താമസം വരുന്നതുകൊണ്ട് മറ്റൊരു പ്രശ്നമുണ്ട്. മഴയും ശക്തിയായിട്ട് വരിക, ഇവിടെ നിന്ന് അവിടം വരെ വെള്ളം കെട്ടിയിരിക്കുക, വീടുകളിലേക്ക് വെള്ളം കയറുക. കനത്ത മഴയും നിർമ്മാണ പ്രവൃത്തിയും കാരണം ചളി അടിഞ്ഞുകൂടി കാൽനടയാത്ര പോലും ഇപ്പോൾ ദുഷ്കരമാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.